നമസ്കാരം. നമ്മളിന്ന് ഒഴിയിലൊടുക്കത്തിൻ്റെ 220 മുതലുള്ള വെൺപാകളാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജ്ഞാനിയുടെ മാഹാത്മ്യം, ഗൃഹസ്ഥനായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഈ ഗൃഹസ്ഥാശ്രമം വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ആ അനുഭവത്തിനോ അദ്ദേഹത്തിൻ്റെ ആ തിളക്കത്തിനോ ഗൃഹസ്ഥാശ്രമം കുറവ് വരുത്തുന്നില്ല എന്ന് നമ്മൾ കണ്ടു. തുടർന്നുള്ള വെൺപാകളിലും ജ്ഞാനിയുടെ ആ മാഹാത്മ്യവും ആ ജ്ഞാനനിഷ്ഠയുടെ ഔന്നത്യവും നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഒഴിയിലൊടുക്കമെന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടേ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. എന്നാൽ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു ദിവസം കല്ലടയാറ്റിൽ കൂടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഗ്രന്ഥത്തെ തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഉപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്ക് ആദ്യം ഈ വെൺപാ ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാം. 220. പെരുനോവുക്കേ എന്ന പെറ്റ ഉടൽ ഭോഗം നരകേഴുമൂട്ടുമിതു നാം ചെത്തുരുവത്തു താമല്ല പോകിപ്പത് അല്ലവത് അൻപർബതം കാവലാൾ കൈത്തളൈ പോൽ കാൺ. പെരുനോവുക്കേ എണ്ണപ്പെട്ട ഉടൽ. ഈ നമ്മുടെ ശരീരം തന്നെ ഒരു വലിയ രോഗമാണ്, അല്ലെങ്കിൽ അത് തന്നെ ഒരു വലിയ ദോഷമാണ് എന്ന് കാണുന്നവരാണ് ജ്ഞാനികൾ. നമുക്ക് ആവശ്യം വേണ്ട ഒരു സാധനം എന്ന് ചിന്തിക്കുകയല്ല അവർ ചെയ്യുന്നത്. ഈ ശരീരം തന്നെ ഒരു പെരുനോവാണ്. നമുക്കൊരു മുഴയൊക്കെ വന്നാൽ നമ്മളെങ്ങനെ അത് കളയണം എന്നാഗ്രഹിക്കും, അതുപോലെ ഈ ശരീരം തന്നെ ഒരു പെരുനോവാണ്, ഒരു വലിയ രോഗമായിട്ടാണ് ജ്ഞാനികൾ ഈ കാണുന്നത്. ഇനി ഈ ശരീരം കൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കണം, ശരീരം ഉണ്ടാവണം, ആ ശരീരത്തോടു കൂടി ഭോഗങ്ങൾ അനുഭവിക്കണം എന്ന് ഒരാൾക്ക് ചിന്ത വന്നാൽ ഭോഗം നരകേഴും ഊട്ടുമിത്. അത് 7 നരകങ്ങളെ, അതായത് ഈ ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങളെയും അനുഭവിപ്പിക്കാനായിട്ട് അത് പാത്രമാകും. നാം ചെത്ത് ഉരുവത്ത് താമല്ല. ഈ ശരീരം, ഈ നമ്മളല്ല. ഈ ശരീരം എന്ന് പറയുന്നത് വെറും പഞ്ചഭൂതാത്മകമാണ്. അത് ജഡമാണ്, അത് ചൈതന്യമുള്ളതല്ല. അതുകൊണ്ട് ചേതനസ്വരൂപനായ ഞാൻ അചേതനമായ ഈ ജഡവസ്തുക്കളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പുള്ള ജ്ഞാനി പോകിപ്പതല്ലവത്. അദ്ദേഹത്തിന് പ്രാരബ്ധമൊന്നുമില്ല. ഈ ശരീരം കൊണ്ട് ശരീരത്തിന് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ വരുമ്പോൾ അത് എനിക്ക് വന്നു എന്ന് ചിന്തിക്കുന്നില്ല. കാരണം കർത്തൃഭാവമോ ഭോക്തൃഭാവമോ ഒന്നും ജ്ഞാനിക്കില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനിക്ക് പ്രാരബ്ധവുമില്ല. അപ്പോൾ കാണുന്നവർ ഇത് ജ്ഞാനിയുടെ പ്രാരബ്ധമാണ്, ജ്ഞാനിയും പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ജ്ഞാനികൾക്ക് ഈ ശരീരവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവർക്ക് പ്രാരബ്ധമില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ സ്വരൂപം എന്താണ്? അൻപർവതം. അവർ അരുളേ വടിവായിട്ട് ചേതനസ്വരൂപനാണ് ഞാൻ, അതിന് ഒരു ഊനവും ഉണ്ടാകുന്നില്ല, അത് നശിക്കുകയോ വർദ്ധിക്കുകയോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയോ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള അറിവ് നേടിയവരാണ് അൻപർബതം. പിന്നെ അവർ ഈ ശരീരത്തെ എങ്ങനെ വെച്ചിരിക്കുന്നു? കാവലാൾ. ഒരു സെക്യൂരിറ്റി, ഒരു കാര്യത്തെ, ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുന്നത് പോലെ അവർ ഈ ശരീരത്തെ സംരക്ഷിക്കുന്നു. അപ്പോൾ ചിലർ പറയും അത് ഈശ്വരനുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഈ ശരീരത്തെ അവർ ഉപേക്ഷിക്കുന്നില്ല. അപ്പം അത്
ഈശ്വരനുമായിട്ട് അവരുണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ ഈ ശരീരത്തെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കാലാവധി തീരുന്നത് വരെ കാവലാൾ പോലെ ഒരു സെക്യൂരിറ്റിക്കാരൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളിനെ കൊണ്ടൊരു കാര്യം ഞാൻ പോയിട്ട് വരുന്നവരെ ഇത് സൂക്ഷിച്ചോ, ഈ ബാഗ് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അയാൾ തിരിച്ചു വരുന്നത് വരെ ആ ബാഗ് സൂക്ഷിക്കുന്നത് പോലെ ഈ കുറച്ച് കാലം ബാക്കിയുള്ളത് അവരൊരു കാവലാൾ പോലെ ഈ ശരീരത്തെ സൂക്ഷിക്കുന്നു. അവർക്കതിലെന്തെങ്കിലും താത്പര്യമോ മമതയോ അല്ലെങ്കിൽ അതുകൊണ്ടെന്തെങ്കിലും അഡ്വാൻറ്റേജോ അതുകൊണ്ടെന്തെങ്കിലും ഭോഗമനുഭവിക്കുകയോ ചെയ്യാൻ വേണ്ടിയല്ല, ഒരു കാവലാൾ പോലെ, ഒരു സെക്യൂരിറ്റി പോലെ അവരത് സൂക്ഷിക്കുന്നു. കൈത്തളൈ പോൽ അല്ലെങ്കിൽ ഒരു ആഭരണം പോലെ, കയ്യിലിട്ടിരിക്കുന്ന ഒരു വള പോലെ ഇരിക്കട്ടെ, നമ്മുടെ ഒരു അപ്പൻഡേജ് പോലെ അതിനെ അവർ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. അല്ലാതെ ഈ ശരീരത്തോട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധമായ മമതയും ഇല്ല. സുഖിക്കില്ലേ ഈ ദുഃഖം ചുടുകാട് സ്വർഗം, അകത്തുക്കും സ്വർഗനരക, ഐന്താർ സുഖിപ്പതും അദ്വൈതാനന്ദർക്ക് ആഹാമറ്റത്, ഭക്തി ചെയ്വാർക്ക് ഏർക്കും പയൻ. സുഖിക്കില്ലേ ദുഃഖം, അപ്പോൾ ജ്ഞാനിക്ക് സുഖവുമില്ല ദുഃഖവുമില്ല. അവരിത് രണ്ടിനെയും, ഈ സുഖദുഃഖങ്ങളൊക്കെ മാനസിക വ്യാപാരങ്ങളാണ്. അവർ ഈ സുഖദുഃഖ മാനസിക വ്യാപാരങ്ങളൊക്കെ അവർ കടന്നിരിക്കുന്നു, മനസ്സിൻ്റെ തലത്തിൻ്റെ അപ്പുറം പോയിരിക്കുന്നു. മനസ്സുകൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചുടുകാട് സ്വർഗം, അവർക്ക് ഈ ചുടുകാടൊക്കെ സ്വർഗമാണ്. പ്രത്യേകിച്ച് 5 സ്റ്റാർ ഹോട്ടലും ചുടുകാടും തമ്മിലൊന്നും അവർക്ക് വ്യത്യാസമൊന്നും അവർ കാണുന്നില്ല. അകത്തുക്കും സ്വർഗം നരക, ഈ ജ്ഞാനമുള്ളത് സ്വർഗമായിട്ടും ജ്ഞാനമില്ലാതെ നടക്കുന്നത് നരകമായിട്ടും ആണ് അവരുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എത്ര വലിയവനായാലും ജ്ഞാനമില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ നരകമായിട്ടേ അവർ കാണുന്നുള്ളൂ. ഐന്താർ സുഖിപ്പതും അദ്വൈതാനന്ദർക്ക് ആഹാമറ്റത്, അപ്പോൾ അവർക്ക് സുഖം തന്നെയാണ്, അതായത് ആനന്ദം തന്നെയാണ് ജ്ഞാനികൾക്ക് എപ്പോഴുമുള്ളത്. നിരതിശയ സുഖമാണ്. തരതി ശോകമാത്മവിത്ത്, ആത്മവിത്ത് ശോകത്തെ കടന്നിരിക്കുന്നു, അവർ ദുഃഖത്തെ അതിക്രമിച്ചിരിക്കുന്നു. ആഹാമറ്റത്, അതായത് ശോകവും ദുഃഖവും അവർക്ക് തൊട്ട് തേച്ചിട്ടില്ല, അതവർക്കുണ്ടാകാൻ സാധ്യതയില്ല. കാരണം തൻ്റെ സ്വരൂപം ആനന്ദമാണെന്നറിഞ്ഞവർക്ക് എന്ത് ശോകമാണ്, എന്ത് മോഹമാണ് അങ്ങനെയുള്ള ആ ജ്ഞാനികൾക്ക്. ഭക്തി ചെയ്യുവാർക്ക് ഏർക്കും പയൻ, അപ്പോൾ അവർ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കുമൊക്കെ എന്താ ഫലം എന്ന് ചോദിക്കുകയാണ്. അവർ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം അവരെ സേവിക്കുന്നവർക്കും, അവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം അവരെ നിന്ദിക്കുന്നവർക്കും ചെന്ന് ചേരും. അപ്പോൾ ഇത് കൗശീതകി ഉപനിഷത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവരെ കർമ്മഫലങ്ങൾ നല്ലതും ചീത്തയൊക്കെ അവർ ഈ ശരീരം കൊണ്ട് നടക്കുമ്പോൾ ലോക സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ശരീരം ചെയ്തെന്നിരിക്കും, അവർക്കതിൽ കർത്തൃത്വമില്ല. അപ്പോൾ അതിൻ്റെ ഫലം ആർക്ക് പോകും എന്ന് ചോദിക്കുകയാണ്. ചിലപ്പോൾ സത്കർമ്മം ചെയ്തെന്നിരിക്കും ജ്ഞാനി, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന കർമ്മങ്ങളും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെ സത്തായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അവരെ സേവിക്കുന്നവർക്കും അവരെ സഹായിക്കുന്നവർക്കും ചെന്ന് ചേരും. ഇനി അവരെ ദുഷിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലവും ചെന്ന് ചേരുമെന്ന് കൗശീതകി ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്തി ചെയ്യുവാർക്ക് ഏവൻ പയൻ, ഭക്തി ചെയ്യുന്നവർക്കാണ് അവരുടെ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ എത്തിച്ചേരുന്നത്. ഹരിബ്രഹ്മർ ഇന്ദിരകളാദികളാർദാന ശരി വിരത്ത ഇൻപത്തെ ചാറ്റിൻ പരമശിവൻ താനേ ശരി മീട് ചാറ്റുകിൻ റാൻ ശരിവേ റാനാരേ വേദമറിയ. ഹരിബ്രഹ്മർ ഇന്ദിരകളാദികളാർദാന, അപ്പോൾ ഇവരുടെ നിരതിശയ സുഖമാണ്, ഇവരുടെ സുഖം ദേവാദികളെ അതിക്രമിച്ചിരിക്കുന്ന സുഖമാണെന്നൊക്കെ നമ്മൾ കണ്ടു.
തൈത്തിരീയ ഉപനിഷത്തിൽ തന്നെ ആനന്ദമീമാംസയിൽ ക്രമമായിട്ട് ഓരോരുത്തരുടെ സുഖത്തെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്ഞാനികളുടെ സുഖം, ശ്രോത്രിയസ്യ ചാകാമഹതസ്യ, ശ്രോത്രിയനും അകാമനുമായിരിക്കുന്നവൻ്റെ സുഖം, ജ്ഞാനനിഷ്ഠനായിരിക്കുന്നവൻ്റെ സുഖം, ഈ ഹരിബ്രഹ്മ ഇന്ദ്രന്മാരുടെ സുഖത്തെ അതിക്രമിക്കുകയാണ്. വിരക്ത ഇൻപത്തേച്ചാറ്റിൻ, അപ്പോൾ ഈ വിരക്തന്മാരായിരിക്കുന്ന അകാമന്മാരായിട്ട് വിരക്തന്മാരായിരിക്കുന്ന ഇവരുടെ സുഖം ആരോട് കമ്പയർ ചെയ്യാൻ പറ്റും? ആരോടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അദ്വൈതമാണ്, അതിനെ അതിക്രമിച്ചൊരു സുഖമില്ല. പിന്നെ വേണമെങ്കിൽ പരമശിവൻ താനേ ശരി, പരമശിവനോട് തുല്യമാണ്, പരമശിവൻ്റെ സുഖത്തോട് തുല്യമാണെന്ന് നമുക്ക് പറയാം. വീട് ചാറ്റുകിൻറാൻ ശരി വേറാനാരേ, അപ്പോൾ ഈ ജ്ഞാനിക്ക് തുല്യനായിട്ട് മറ്റൊരാളില്ല. അദ്ദേഹത്തിൻ്റെ കമ്പയർ ചെയ്യാനായിട്ട് ഒരു ജ്ഞാനിക്കിപ്പോൾ തുല്യനായിട്ട് ആ ജ്ഞാനി തന്നെയാണ്, മറ്റൊരാളില്ല. അദ്ദേഹത്തെക്കാൾ സുപ്പീരിയറായിട്ട് സുഖം അനുഭവിക്കുന്നു എന്ന് പറയാനായിട്ട് വേറൊരാളില്ല. അപ്പോൾ വേദത്തിനും അപ്പുറമാണ്. വേദങ്ങൾ ശബ്ദങ്ങളാണ്. അപ്പോൾ ശബ്ദങ്ങൾക്കും അപ്പുറമാണ് ഈ ജ്ഞാനിയുടെ ആനന്ദമായ നില. ഗീതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേദങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് സുഖം ലഭിക്കുന്നുവോ അതിനെയൊക്കെ അതിക്രമിച്ച സുഖമാണ് ബ്രഹ്മാനന്ദം കൊണ്ട് ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യാവാനാർദ്ധ ഉദപാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. 2-ാം അധ്യായം 46-ാമത്തെ ശ്ലോകം. യാവാനാർദ്ധ ഉദപാനെ, അപ്പോൾ എന്തെല്ലാം പ്രയോജനം ഒരു കിണർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു ജലാശയം കൊണ്ടോ ഒരാൾക്കുണ്ടാകുന്നുവോ അതെല്ലാം സർവതസംപ്ലുതോദകെ, വളരെ വിശാലമായ ഒരു ശുദ്ധ ജലാശയത്തെ നമുക്ക് ലഭിച്ചാൽ ആ പ്രയോജനമെല്ലാം നമുക്ക് ആ ജലാശയം കൊണ്ടുണ്ടാകുന്നത് പോലെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഒരു ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ആളിന് വേദങ്ങൾ കൊണ്ട് എന്തെല്ലാം അല്പപ്രയോജനമുണ്ടാകുന്നുവോ ആ പ്രയോജനങ്ങളെല്ലാം ഈ ജ്ഞാനനിഷ്ഠ കൊണ്ട് നേടുന്നു. അപ്പം അങ്ങനെയിരിക്കുന്ന ആ മഹാത്മാവിനെ വേദങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നില വർണ്ണിക്കുന്നതിന് ലിമിറ്റേഷനുണ്ട്. കാരണം ശബ്ദങ്ങൾ കൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. ശബ്ദാതീതമായിരിക്കുന്ന വസ്തുവിനെ ശബ്ദങ്ങൾ കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് ഈ വെൺപ നമ്മെ പറയുന്നത് അവരുടെ നില വേദത്തിന് പോലും പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ്.